വയനാട് മേപ്പാടിയിൽ വൻ ഉരുൾപൊട്ടൽ. മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം. 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചന. ചൂരൽമല പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. വിവരങ്ങൾ റിയാസ് KMR നൽകും. റിയാസ്, ഒരു ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ് കേരളം ഇന്ന് ഉണർന്നത്. വയനാട്ടിൽ യഥാർത്ഥത്തിൽ ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ എന്താണ് ആ പ്രദേശത്തെ ഒരു സ്ഥിതി? രക്ഷാപ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്? എന്താണ് അവിടുത്തെ ഒരു നേർചിത്രം? വയനാട് ചൂരൽമല മുണ്ടക്കൈ മേഖലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 3 മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 6 പേർ മരിച്ചു എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരണം വന്നത് 3 മരണങ്ങളാണ്. അതിലൊരു പിഞ്ചു കുഞ്ഞുൾപ്പെടെ ഉൾപ്പെടുന്നു എന്ന വളരെ ദയനീയമായ സങ്കടകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കേണ്ടി വരുന്നത്. ഇന്ന് പുലർച്ചെ 1:15 കൂടിയാണ് ആദ്യം ഈ ചൂരൽമല മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. പിന്നീട് മുണ്ടക്കൈ മേഖലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായി. ഈ മുണ്ടക്കൈ ചൂരൽ മേഖല, മുണ്ടക്കൈയിലാണ് ഉരുൾപൊട്ടൽ പിന്നീട് ശക്തമായത്. അതിനുശേഷം അവിടെ പുഴ ഗതിമാറി ഒഴുകി ഈ മുണ്ടക്കൈ ചൂരൽ മേഖല ടൗണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം, അത് പ്രധാന പാലം തകർന്നിരിക്കുകയാണ്. മുണ്ടക്കൈ പ്രദേശത്ത് ആളുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. നിരവധി വീടുകൾ ഒലിച്ചുപോകുന്ന സ്ഥിതിയുണ്ടായി. നിരവധി വീടുകൾ മണ്ണിനടിയിലായതാണ് സംശയം. നിരവധി ആളുകളും മണ്ണിനടിയിലായി സംശയിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി NDRF സംഘം എത്തിയിട്ടുണ്ട്. എന്നാൽ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് പോകാനാകാത്ത സ്ഥിതിയാണ്. പലയിടത്തും ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി റോഡ് തകർന്നിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കൈ, അതുപോലെ ഈ ചൂരൽമല ഭാഗത്തേക്ക് പോകാൻ ആവശ്യമായ പ്രധാന പാലം തകർന്നിട്ടുണ്ട്. പുഴ ഗതിമാറി ഒഴുകുന്നുണ്ട്, വെള്ളക്കെട്ടുകളുണ്ട്. അങ്ങനെ ഒരു സമാനതകളില്ലാത്ത ഒരു ദുരന്താവസ്ഥയാണ്. എന്തായാലും സർക്കാർ വലിയ രക്ഷാദൗത്യം നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിമാരെ ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം. റിയാസ്, ഒന്ന് തുടരുക. ഇപ്പോൾ മിനിസ്റ്റർ AK ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, എന്താണ് താങ്കൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? വളരെ വലിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടലാണ് ചൂരൽമല ഭാഗത്ത് ഇന്ന് പുലർച്ചയോടുകൂടി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകം തന്നെ 7ഓളം മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരം. ഏറ്റവും പ്രയാസപ്പെട്ട പ്രശ്നം സംഭവ സ്ഥലത്തേക്ക് ആർക്കും എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടത്തേക്ക് പോകാനുള്ള പാലം പൂർണ്ണമായും തകർന്നു പോവുകയും യാത്രാ മാർഗങ്ങൾ അടയുകയും ചെയ്തതിന്റെ ഫലമായാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന് പരിഹാരമായി 2 ഹെലികോപ്റ്റർ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള തീരുമാനമെടുക്കുകയും അത് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകാശമാർഗം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയുമെന്നാണ് ഒന്നാമത്തെ പരിശ്രമം. രണ്ടാമത്, റോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനം ഏർപ്പെടുത്തി അതിലൂടെ അവിടെയുള്ളവരെയും അപകടത്തിൽപ്പെട്ടവരെയും രക്ഷപ്പെടുത്താനാകുമോ എന്നാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കൃത്യമായി എത്ര പേർക്ക് പരിക്ക് പറ്റിയെന്നോ എത്ര പേർ രക്ഷപ്പെട്ടുവെന്നോ കൃത്യമായി പറയാനുള്ള ഔദ്യോഗിക വിവര സംവിധാനം നമുക്ക് എത്തിയിട്ടില്ല. അവിടേക്ക് പോവുകയാണോ? ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. താമരശ്ശേരി കഴിഞ്ഞ് അടിവാരത്തെത്താറായി. അവിടെ ഇപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള കൃത്യമായൊരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഹെലികോപ്റ്റർ അവിടേക്ക് എപ്പോഴത്തേക്ക് എത്തുമേ? ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണോ ഇപ്പോൾ ആലോചിക്കുന്നത്? അതെ, അതുകൊണ്ട് ഹെലികോപ്റ്റർ 7 മണിക്ക് പുറപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അത് പെട്ടെന്ന് എത്തിച്ചേർന്നാൽ നമുക്ക് കുറെ ആശ്വാസമാകും. അതേസമയത്ത് തന്നെ ഈ പാലം മിലിറ്ററി സംവിധാനം ഉപയോഗിച്ച് പാലം റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കഴിയുമ്പോൾ ഇപ്പോൾ സാധ്യതകൾ ജില്ലാ ഭരണകൂടം ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ മന്ത്രിയുടെ ഓഫീസും ഈ കാര്യം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റവന്യൂ മന്ത്രിയും രാമചന്ദ്രൻ കടന്നപ്പള്ളി മിനിസ്റ്ററും ഓവർക്കേളു മിനിസ്റ്ററും എല്ലാം ഏതാനും സമയത്തിനകം വയനാട്ടിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവിടേക്കുള്ള ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് ഈ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ കുറെ കിട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷെ അതൊന്നും കൃത്യമായ വിവരങ്ങളല്ലല്ലോ. എത്രത്തോളം ഈ ഗ്രാമങ്ങളൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്, അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്ത് തന്നെ പുലർച്ചെ 4 മണി മുതൽ അവിടെ എത്തുകയും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴുള്ള ഏകോപനം നടത്തുന്നുണ്ട്. ഞങ്ങൾ മന്ത്രിമാരെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ആലോചിച്ച്
എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് അനന്തര നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. നന്ദി മന്ത്രി എ കെ ശശീന്ദ്രൻ. അദ്ദേഹം അവിടേക്കുള്ള യാത്രയിലാണ്. അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംവിധാനമുണ്ട്. ഹെലികോപ്റ്റർ മാർഗം ആളുകളെ എയർലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7 മണിയോടുകൂടി ഹെലികോപ്റ്റർ പുറപ്പെട്ട് അവിടെ എത്തി അതിനുള്ള സംവിധാനവുമുണ്ട്. അവിടേക്ക് കടന്നു ചെല്ലാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും സാധ്യമായ എല്ലാ മാർഗങ്ങളുടെയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. റിയാസ് KM തുടരുന്നുണ്ട്. റിയാസ്, മന്ത്രി സൂചിപ്പിച്ചത് 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും ഈ മുണ്ടക്കയിൽ 3 തവണയാണ് ഉരുൾപൊട്ടിയത്. പുലർച്ചെ 1:15 ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, രണ്ടാമത്തെ ഉരുൾപൊട്ടൽ 2 മണിയോടുകൂടി ഉണ്ടാകുന്നു, മൂന്നാമത്തെ ഉരുൾപൊട്ടൽ 4 മണിയോടുകൂടി ഉണ്ടാകുന്നു. ഇപ്പോഴും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണ് ഈ മുണ്ടക്കയിൽ നിന്നും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൂരൽമല മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാന പാലം അത് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നടപ്പാലമെങ്കിലും അവർക്ക് അവിടെ നിർമ്മിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങോട്ട് കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അവിടെ നിന്നുള്ളവർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ അതിന് സാധ്യമാകാത്ത ഒരു സ്ഥിതിയാണ്. എന്തായാലും സൈന്യത്തിന്റെ സഹായം സർക്കാർ തേടിയിട്ടുണ്ട്. കണ്ണൂരിൽ സൈന്യത്തിന്റെ ഒരു സൈന്യമുണ്ട്. ആ സൈന്യത്തോടുകൂടി, അതായത് മിലിറ്ററിയുടെ സഹായത്തോടുകൂടി പാലം പുനർനിർമ്മിക്കാനുള്ളൊരു സംവിധാനം സർക്കാർ നോക്കുന്നു. മറ്റൊന്ന് എയർലിഫ്റ്റിംഗിനുള്ള സംവിധാനം നോക്കുന്നു. 2 ഹെലികോപ്റ്ററുകളുടെ സഹായം തേടിയിട്ടുണ്ട്. ഒരു ഹെലികോപ്റ്റർ വയനാട്ടിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിതല സംഘം വയനാട്ടിലേക്ക് എത്തുന്നു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എ കെ ശശീന്ദ്രൻ പുറപ്പെട്ടു, OR കേളു പുറപ്പെടുന്നു, റവന്യൂ മന്ത്രി, ഒപ്പം തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി അടക്കമുള്ള 4 മന്ത്രിമാരുടെ ഒരു സംഘം വയനാട്ടിലേക്ക് പുറപ്പെടുന്നു. അവിടെ അവർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നാണ് അറിയുന്നത്. പ്രദേശത്തെ MLA ആയിട്ടുള്ള ടി സിദ്ദീഖ് അടക്കമുള്ളവർ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്തേക്ക് വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 7 പേരിൽ ഒരു പിഞ്ചു കുഞ്ഞുകൂടി മരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായൊരു 7 പേരുടെ മരണം. അതിൽ ഇനിയും എത്ര പേർ മരിച്ചിട്ടുണ്ടാകുമോ അല്ലെ ജീവനോടെ ഉണ്ടാകുമോ എന്നറിയാത്തൊരു സ്ഥിതി. നിരവധി പേർ മണ്ണിനടിയിലായിട്ടുണ്ട് എന്നൊരു സംശയം അവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ നിരവധി വീടുകൾ മണ്ണിനടിയിലായിട്ടുണ്ട് എന്ന ഒരു വിവരമുണ്ട്. നിരവധി കടകൾ ഒലിച്ചുപോയി എന്ന് പറയുന്നു. പുഴ ഗതിമാറി ഒഴുകുന്നു. റോഡിൽ മരവും ഒപ്പം തന്നെ വെള്ളക്കെട്ടും കാരണം രക്ഷാപ്രവർത്തകർക്ക് NDRFന്റെയും അഗ്നിരക്ഷാ സേനയുടെയും സംഘാംഗങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താനാകാത്ത വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിയാണ് ഈ വയനാട് ചൂരൽമല മേഖലയിലും മുണ്ടക്കയിലുമെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇനിയും മഴ കനക്കുകയാണെങ്കിൽ ഇനിയും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നുകൂടി പറയുന്നു. ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്തിയാൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ആളുകളെ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് നിലവിൽ പരമാവധി സുരക്ഷിത സ്ഥാനത്തേക്ക് നിൽക്കുക എന്നുള്ളതാണ്. എയർലിഫ്റ്റിംഗിനടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ ലഭ്യമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പരസ്പരമുള്ള ഈ ആശയവിനിമയം അടക്കമുള്ള കാര്യങ്ങൾ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, വലിയ നാശനഷ്ടം. സമാനതകളില്ലാത്തൊരു ദുരന്തത്തിനാണ് ഇന്ന് കേരളം സാക്ഷിയാകുന്നത്. വയനാട് ഈ ചൂരൽമലയിൽ ഒപ്പം തന്നെ മുണ്ടക്കൈ അടക്കമുള്ള ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഇന്ന് പുലർച്ചയോടുകൂടി കനത്ത മഴയെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. മഴ ഇപ്പോഴും തുടരുകയാണ്. അത് വലിയ ദുഷ്കരമായ ഒരു സ്ഥിതിയാണ് അവിടെ സംജാതമാക്കിയിരിക്കുന്നത്. ലബീഷ്, റിയാസ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിന്റെ 2 സംഘം സംഭവ സ്ഥലത്ത് ഉടൻ എത്തിച്ചേരും. വായുസേനയുടെ 2 ഹെലികോപ്റ്റർ സുളൂരിൽ നിന്നും 7:30 തിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സൈന്യത്തിന്റെ സഹായം തീർച്ചയായിട്ടും അവിടെ അത്യാവശ്യമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത്രത്തോളം ആളുകൾ അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കരുതാം. ഇത് ഈ ചൂരൽമല ഭാഗങ്ങളിലാണോ ആദ്യം ഉരുൾപൊട്ടൽ, അതോ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഉരുൾപൊട്ടൽ ഉണ്ടായി ചൂരൽമലയിലേക്ക് അവിടേക്ക് മണ്ണും വെള്ളവും ഇരച്ചെത്തിയതാണോ കാരണം? മുണ്ടക്കൈ മേഖലയിലാണ് ആദ്യത്തെ ഉരുൾപൊട്ടൽ എന്നാണ് വ്യക്തമാകുന്നത്. പുലർച്ചെ 1:15 മുണ്ടക്കൈയിലാണ് ഉണ്ടാകുന്നത്. പിന്നീട് അവിടെ നിന്നാണ് ചൂരൽമല മേഖലയിലേക്ക് ഈ ഉരുൾപൊട്ടൽ വന്നത്. ഈ മലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിശദാംശങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. 7 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ കണ്ണൂരിൽ നിന്നുള്ള സൈന്യത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ വായുസേനയുടെ എയർഫോഴ്സിന്റെ സഹായം കൂടി തേടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സൈന്യത്തിന്റെ സഹായം അനിവാര്യമായി വരുന്ന ഒരു ഘട്ടമാണ്. സാധാരണ NDRFന്റെ പ്രവർത്തകർക്കോ അഗ്നിരക്ഷാ സേനയ്ക്കോ ഒന്നും തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണ്. വലിയ പ്രകൃതി ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ
ഏകോപിപ്പിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം മാത്രമാണ് സാധ്യമാവുക. അല്ലാതെ ഈ NDRFന് മാത്രമായ ഒരു രക്ഷാപ്രവർത്തനം സാധ്യമാകുന്ന സ്ഥിതിയല്ല. അത്രയധികം ദുഷ്കരമായൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം എത്രയും വേഗം നടത്തിക്കൊണ്ട് പരമാവധി ആളുകളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ഇനിയൊരു ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടമായാലും സംസ്ഥാന സർക്കാരായാലും മറ്റ് സംവിധാനങ്ങളായാലും പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. മാത്രമല്ല ഈ ജനങ്ങളോട്, അവിടെയുള്ള ജനങ്ങളോട് കൃത്യമായ രീതിയിൽ ജാഗ്രതയോടുകൂടി കാത്തിരിക്കാൻ സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും രക്ഷാദൗത്യത്തിനായി സംഘം വരുന്നു, സൈന്യം വരുന്നു, എയർഫോഴ്സ് വരുന്നു, ഹെലികോപ്റ്റർ വരുന്നു, എയർലിഫ്റ്റിംഗ് സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. അതിനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒരു രക്ഷാദൗത്യത്തിനുള്ള സർവ്വസജ്ജമായ തുടരുക. മന്ത്രി OR കേളു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, താങ്കൾക്ക് ആ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്? അതെ, ഞാൻ ഇന്ന് വെളുപ്പിനാണ് നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ നിമിഷം തന്നെയാണ് പുറകെ തന്നെ ഫോൺ വരുന്നത്. ഇങ്ങനെ ചൂരൽമല ഉരുൾപൊട്ടി വലിയ കുഴപ്പമുണ്ടായി എന്നറിയാൻ കഴിയുന്നത്. പക്ഷേ ഞാൻ അത് അറിഞ്ഞ ഉടനെ തന്നെ രാവിലെ വീണ്ടും തിരിച്ച് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം 6 മൃതശരീരങ്ങൾ നമുക്ക് കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ആരൊക്കെയാണ് ഇനി കുടുങ്ങി കിടക്കുന്നുണ്ടെന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഈ പ്രദേശത്തേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു പാലം ഈ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായിട്ടും തകർന്നു പോയി. സൈന്യവും രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ അവിടെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അങ്ങോട്ട് കടക്കാനുള്ള, പാലം തകർന്ന ഭാഗത്ത് അങ്ങോട്ട് കടക്കാനുള്ള സംവിധാനം അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടറും ഭരണകൂടവും രാത്രി തന്നെ, സംഭവം ഉണ്ടായ ആ നിമിഷം തന്നെ രാത്രി സംഭവ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് മാർഗം ഉപയോഗിച്ചെന്ന് വെളുപ്പോടുകൂടി തന്നെ രാത്രി തന്നെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. ഇതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മിനിസ്റ്റർക്ക് ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം കൃത്യമായി അറിയാമല്ലോ. ഇത് ഈ മുണ്ടക്കൈ ഭാഗം, അത് കുറച്ച് ഉയരത്തിലുള്ള ഭാഗമാണ്. അവിടെ നിന്നും ഉരുൾപൊട്ടി താഴേക്ക് ചൂരൽമല ഭാഗങ്ങളിലേക്ക് ഒലിച്ചിറങ്ങിയതായിരിക്കുമോ? അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് നേരത്തെ പുത്തുമല ദുരന്തം ഉണ്ടായത് ഓർക്കുന്നുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. പുത്തുമലേന്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ചൂരൽമല, ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഭൂപ്രകൃതി ഒരു മലമ്പ്രദേശമാണ്, തേയില പ്ലാന്റേഷനാണ്. അപ്പോൾ ആ സ്ഥലം ഒരു ചെങ്കുത്തായിട്ടുള്ള ഒരു പ്രദേശമാണ്. ആ ചെങ്കുത്തമായിട്ടുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇത്തരം ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പാർശ്വഫല ഫലങ്ങൾ വളരെ ഭീകരമായിരിക്കാനുള്ള സാധ്യത എന്നുള്ളത്. ചൂരൽമല ഒരു ചെറിയ ടൗൺ, നമുക്ക് ആ വെള്ളാർമല സ്കൂളൊക്കെ കാണാം. സ്കൂളിന്റെ അടിഭാഗമൊക്കെ പൂർണ്ണമായും മണ്ണും മരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു അവസ്ഥയാണ്. അത്തരത്തിലുള്ള ഒരു പ്രദേശമാണത്. കൂടുതൽ ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണോ? അതെ, ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഒരു പ്ലാന്റേഷൻ മേഖലയാണ്, തോട്ടം തൊഴിലാളികളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ സ്കൂള് തടസ്സമായതുകൊണ്ട് വലിയൊരു ദുരന്തം, അതിന്റെ ഒരു ആഘാതം കുറഞ്ഞു എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള സൈന്യം അവിടേക്ക് എത്തുന്നുണ്ട്, സുലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ പുറപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ എയർലിഫ്റ്റിങ്ങിനുള്ള സാധ്യതകൾ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ സാധ്യമായ എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ ആരൊക്കെയാണ് അവിടേക്ക് പോകുന്നത്? ഇപ്പൊ ഇവിടെ ഞങ്ങള് മന്ത്രിമാരെ, ഞാനും റവന്യൂ മിനിസ്റ്ററും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ തുറമുഖ വികസന വകുപ്പ് മന്ത്രി ഇപ്പൊ വയനാട്ടിൽ ഏകദേശം എത്തിച്ചേരാനായി. പിന്നെ അവിടുത്തെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സംവിധാനം തിരുവനന്തപുരത്തുണ്ട്, സെക്രട്ടറിമാരും ഉണ്ട്. അവരെല്ലാം കൂടി ഇപ്പൊ അങ്ങോട്ട് പോവാണ്. 8 മണിക്കുള്ള ഒരു ഹെലികോപ്റ്ററിൽ പോകാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടേക്ക് ഈ വഴി ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സാ സഹായങ്ങൾ നൽകാനുള്ള എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? അല്ല, അതൊക്കെ ഇപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമല്ലോ. അതിപ്പോ സംഭവം ഇപ്പോൾ എത്ര ആൾക്കാർക്ക് പരിക്ക് പറ്റി, എത്ര ആൾക്കാർ മരണപ്പെട്ടു, അതിൻ്റെയൊക്കെ കണക്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ പറയാൻ വേണ്ടി സാധിക്കില്ല. അതിന്റെ കൃത്യതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഗവൺമെന്റിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും.
നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. എന്തായാലും അദ്ദേഹം ആ പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രവും കൂടി പങ്കുവയ്ക്കുകയാണ്. ചെങ്കുത്തായ പ്രദേശം, തോട്ടം മേഖല, അവിടെ അത്തരത്തിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. എങ്കിലും സാധ്യമായ എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുകയാണ്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ സംഭവ സ്ഥലത്തുണ്ട്. മന്ത്രി കെ ശശീന്ദ്രൻ അവിടേക്ക് എത്താറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അല്പസമയത്തിനകം എത്തിച്ചേരും. മന്ത്രിമാരായ OR കേളു, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവർ തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലും വയനാട്ടിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് സർക്കാർ ആ പ്രദേശത്ത് നടത്തി വരുന്നത്. അത്രത്തോളം വലിയ ഒരു ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തവുമാണ് ഈ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. റിയാസ് തുടരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്? അവിടേക്കുള്ള വഴി അത് ശരിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മണ്ണും മരങ്ങളും ഒക്കെ നീക്കുന്ന പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ലിബിഷ, ഈ റോഡിൽ മണ്ണും മരവും ഉൾപ്പെടെ നിൽക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം തന്നെയാണ്. അത് നീക്കുന്നതിനാണ് ആദ്യം മുൻഗണന നൽകുന്നത്. അതിന്റെ പ്രവർത്തനം അഗ്നിരക്ഷാസേനയും NDRF അംഗങ്ങളും ചേർന്ന് നടത്തുന്നുണ്ട്. മാത്രമല്ല, അത് നടത്തിയാൽ പോലും ഈ മുണ്ടക്കൈ ഭാഗത്തെയും ചുരൽമല മേഖലയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നതിനാൽ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അതുകൂടി ദുഷ്കരമാകുന്ന സ്ഥിതിയാണ്. എന്തായാലും സമയമെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടിയും കൃത്യമായൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്നായാലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വലിയ ദുരന്തമാണ്. 2019 നമ്മൾ വയനാട്ടിൽ ഇതുപോലൊരു ഉരുൾപൊട്ടൽ കണ്ടതാണ്. ആ സംഭവം നടന്നതിനേക്കാൾ വലിയൊരു ദുരന്തത്തിലേക്കാണ് വയനാട് പോകുന്നത്. 7 മരണം ഇപ്പോൾ തന്നെ മന്ത്രി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. 7 പേർ മരിച്ചു എന്നുള്ളത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ചെങ്കുത്തായ പ്രദേശമാണ്. നിരവധി ആളുകൾ പാർക്കുന്ന ജനസാന്ദ്രതയുള്ള ഒരു മേഖലയാണ്. സ്വാഭാവികമായും കുന്നാണ്, മലയാണ്, മലമ്പ്രദേശമാണ്. ഈ ഉരുൾപൊട്ടൽ സാധ്യത ഇനിയും നിലനിൽക്കുന്ന മേഖലയാണ്. മഴ കനത്തു തുടരുകയുമാണ്. ഈ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇനി എന്ത് എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴ തുടരുകയാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് ഈ രക്ഷാദൗത്യത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അത് മറികടന്നുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ സാധ്യമാകുമോ എന്ന് പരിശോധിക്കുന്നത്. സുളൂറിൽ നിന്നുൾപ്പെടെയുള്ള ഹെലികോപ്റ്റർ, എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്. അത് പുറപ്പെടാൻ അല്പസമയത്തിനകം പുറപ്പെടും. മന്ത്രിമാർ അടക്കം പുറപ്പെടുന്നു. ചില മന്ത്രിമാർ പുറപ്പെട്ടു. അതായത് കോഴിക്കോട് നിന്നും AK ശശീന്ദ്രനും കണ്ണൂരിൽ നിന്നും കടന്നപ്പള്ളി രാമചന്ദ്രനും ഈ പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. മറ്റു മന്ത്രിമാർ തിരുവനന്തപുരത്ത് നിന്നും റവന്യൂ മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഒപ്പം തന്നെ വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി OR കേളു അടക്കമുള്ള മന്ത്രിമാർ ഈ വയനാട്ടിലേക്ക് പുറപ്പെടുന്ന ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുണ്ട്. ജില്ലാ കളക്ടറുണ്ട്. അവിടെ നേരിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. കൽപ്പറ്റ MLA ഉണ്ട്. അങ്ങനെയുള്ള വലിയൊരു സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. എങ്കിൽ കൂടിയും ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രകൃതി ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മാത്രമല്ല, അതിനുള്ള ഒരു പരിശ്രമം നടക്കുന്നു. അപ്പോഴും ഈ പുഴ ഗതിമാറി ഒഴുകുന്നുണ്ട്. വെള്ളം ഈ പല മേഖലകളിൽ കൂടിയും ഒഴുകി വരുന്നുണ്ട്. മഴ കനത്തു തുടരുന്നുണ്ട്. അങ്ങനെ വലിയൊരു ദുഷ്കരമായ ഒരു സാഹചര്യമാണുള്ളത്. എത്ര പേർ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയാനാകാത്ത സ്ഥിതി. വിദ്യാലയവും ആരാധനാലയവും അടക്കം ഉള്ള കാര്യങ്ങൾ മണ്ണിനടിയിൽപ്പെടുന്നു. നിരവധി വീടുകൾ ഒലിച്ചു പോകുന്നു. നിരവധി മനുഷ്യരെ അത് സാരമായി ബാധിക്കുന്നു. 7 പേർ മരണപ്പെടുന്നു. അങ്ങനെ സമാനതകളില്ലാത്ത ദുഃഖകരമായൊരു സംഭവമാണ് വയനാട് ഈ മേഖലയിൽ നടന്നിരിക്കുന്നത്. റിയാസ്, അതായത് ഈ പാലം ഒലിച്ചു പോയതിനാൽ അവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗ്ഗമില്ല. അപ്പോൾ താൽക്കാലികമായ ഒരു പാലം, അതായത് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ റോപ്പ് വേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളിൽ കൂടെ മാത്രമേ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയൂ. ആ രീതിയിലുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നില്ലേ? മുണ്ടക്കയിൽ അകപ്പെട്ട ആളുകളെ പുറത്തെത്തിക്കണമെങ്കിൽ സ്വാഭാവികമായും ഒരു പാലം ഈ ഘട്ടത്തിൽ നിർമ്മിക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. മരം കൊണ്ടുള്ള പാലം നിർമ്മിക്കണമെങ്കിൽ പോലും ഇനിയും സമയമെടുക്കും. അതുകൊണ്ടാണ് സർക്കാർ 2 ഹെലികോപ്റ്ററുകളുടെ സഹായം, എയർഫോഴ്സിന്റെ സഹായം തേടിയിരിക്കുന്നത്. അതിനു പുറമെ കണ്ണൂരിൽ നിന്നുള്ള മിലിറ്ററിയുടെ സേവനം തേടിയത്. കാരണം ഇനിയിപ്പോൾ മിലിറ്ററി അടിയന്തരമായി എന്തെങ്കിലും പാലം നിർമ്മിക്കുമോ എന്നുള്ളത് അവർ വന്ന ഉടൻ നമുക്ക് വ്യക്തമാകും. അത്തരത്തിലുള്ളൊരു നീക്കം കൂടി നടക്കുന്നു. ഒപ്പം തന്നെ റോപ്പ് വേ സംവിധാനം ഉപയോഗിച്ച് മുണ്ടക്കയിലുള്ള ആളുകളെ ചൂരൽമല
ചൂരൽമല ടൗൺ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് ഈ കൂടുതൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനങ്ങളും നടക്കുന്നുണ്ട്. ഈ നിലവിൽ ഇവിടെയുള്ള പ്രകൃതി ദുരന്തത്തിനിരയായവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സംവിധാനം പരിശോധിക്കുന്നുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. എല്ലാം അതിനിടെ ഈ മുണ്ടക്കൈ മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലിബീഷ്, റിയാസ്, ഇന്ന് ഈ പുലർച്ചെ 2 മണിയോടെയാണ് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് റിയാസ് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ട്. പിന്നീട് തുടർച്ചയായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയായിരുന്നു ആ പ്രദേശത്തേക്ക്. അതായത് അവിടെ ഒരു സ്കൂളിലെ ദൃശ്യം നമ്മൾ കണ്ടു. കൂടുതൽ മണ്ണും മരങ്ങളും ഒക്കെ അടിഞ്ഞു കിടക്കുന്ന ദൃശ്യം. ഈ മുണ്ടക്കൈ, ചൂരൽമല അങ്ങനെയുള്ള ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് ഈ ഉരുൾപൊട്ടലിന്റെ ആഘാതം ഉണ്ടായത്? എന്തായാലും ഇന്ന് രാവിലെ 2 മണിയോടുകൂടിയായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നത്. ഏകദേശം 1:15 ആദ്യത്തെ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടാകുന്നത്. ഈ ചൂരൽമല മേഖലയിൽ 2 മണിയോടുകൂടിയാണ് ഉണ്ടാകുന്നത്. മുണ്ടക്കൈ മേഖലയിൽ തന്നെ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ 2 മണിയോടുകൂടി സംഭവിക്കുന്നു. മൂന്നാമത്തെ ഉരുൾപൊട്ടൽ 4:10 സംഭവിക്കുന്നു. മഴ ഇപ്പോഴും നിന്നിട്ടില്ല. അങ്ങനെ സമാനതകളില്ലാത്തൊരു സാഹചര്യം, വളരെ ദുഷ്കരമായ ഒരു സാഹചര്യം, രക്ഷാദൗത്യം പോലും പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം അങ്ങനെ നിലനിൽക്കുകയാണ്. കാരണം മഴയൊന്ന് നിന്നാൽ മാത്രമാണ് വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുക. മലവെള്ളപ്പാച്ചിലുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുഴ ഗതിമാറി ഒഴുകുന്നുണ്ട്. ഈ പുഴയിലെ വെള്ളം റോഡുകളിലേക്ക് വന്ന് റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പലയിടത്തും റോഡുകൾ പാടെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വാഹനങ്ങൾക്ക്, രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് എത്താനാകാത്തൊരു സ്ഥിതിയാണ്. അതിനു പുറമെയാണ് ഈ റോഡിൽ മണ്ണും ഒപ്പം തന്നെ മരവും വന്നടിഞ്ഞ് വീണ് കിടക്കുന്ന ഒരു അവസ്ഥ. അത് മാറ്റിയാൽ പോലും അങ്ങോട്ടേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യത്തിന് വേണ്ടിയുള്ള മറ്റ് സംവിധാനങ്ങൾ കൂടി തേടുകയാണ് സർക്കാർ എന്നുള്ളതാണ്. ആ മറ്റ് സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആളുകൾ ദുരന്തത്തിനിരയാകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന നിലയിലേക്കാണ് സർക്കാരിന്റെ നീക്കം പോകുന്നത്. എന്തായാലും പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഏകോപിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ തന്നെ ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തുണ്ട്. അവിടെ ജില്ലാ കളക്ടർ അവിടെ നിന്ന് തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഏകോപിപ്പിക്കുകയാണ്. മന്ത്രിതല സംഘം വരുന്നു, മറ്റു ജനപ്രതിനിധികൾ എല്ലാവരുമുണ്ട്. എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒറ്റക്കെട്ടായുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്, തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ സക്രിയമായ രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അല്പസമയത്തിനകം ഒരു 9 മണിയോടുകൂടി ഹെലികോപ്റ്റർ അവിടെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 9 മണിയോടുകൂടി ഈ എയർലിഫ്റ്റിംഗ് സാധ്യമാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് കാലാവസ്ഥ ഒരു തടസ്സമാകാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രത്യാശിക്കാനുള്ളത്. ലിബീഷ്, ശരി റിയാസ്, എന്തായാലും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് പിന്നീട് റിയാസിലേക്ക് തിരിച്ചെത്താം. വലിയ രീതിയിലുള്ള ഒരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. വയനാട് മേപ്പാടിക്കടുത്ത് മുണ്ടക്കൈ, ചൂരൽമല ഭാഗങ്ങളിലൊക്കെ ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടം പ്രതീക്ഷിക്കുന്നതിലും വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. 7 പേർ മരിച്ചതായിട്ടാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. അതീവ ദുഷ്കരമായ രക്ഷാദൗത്യമാണ് ആ പ്രദേശത്ത് നടക്കുന്നത്. സൈന്യത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. 2 ഹെലികോപ്റ്ററുകൾ സുലൂരിൽ നിന്നും അവിടേക്ക് എത്തും. ആളുകളെ എയർലിഫ്റ്റിംഗ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുന്നുള്ള, സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള സൈന്യത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അവർ അവിടേക്ക് എത്തും. മന്ത്രിമാർ നേരിട്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വയനാട്ടിലേക്ക് എത്തുകയാണ്. മന്ത്രിമാരായ AK ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും ഉടൻ തന്നെ അവിടെ എത്തും. റവന്യൂ മന്ത്രി K രാജൻ, പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്, മന്ത്രി OR കേളു എന്നിവർ തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്റർ മാർഗവും അവിടേക്ക് എത്തുകയാണ്. ആ രീതിയിൽ എല്ലാ രീതിയിലുമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. പുത്തുമലയിൽ നിന്നും ഏറെ അകലെയല്ല ചൂരൽമലയും മുണ്ടക്കൈയും ഒന്നും. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ ചെങ്കുത്തായി കിടക്കുന്ന പ്രദേശമാണ്. പുലർച്ചെ 2 മണിയോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. എല്ലാം അതിനുള്ളിൽ തന്നെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. വെള്ളാർമല GVHS പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ചൂരൽമല ടൗൺ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു. നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. എത്ര പേരെ കണ്ടെത്താനുണ്ട് തുടങ്ങിയ വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്.